ജനൽപ്പാളിയിൽ ദ്വാരമുണ്ടാക്കി കൈ അകത്തിട്ടാണ് വാതിൽ തുറന്നതെന്ന് സംശയിക്കുന്നുണ്ട്. ഷിനോജ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിനോജ, പോലീസിന്റെ ഭാഗത്തു നിന്നാണോ വിവരം ലഭിക്കുന്നത്? എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൊലപാതകി ഉള്ളിൽ കടന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തത വരുന്നുണ്ടോ? മാർഷൽ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കൊലയാളി അകത്ത് കടന്നത്, ഇത് വാതിലിന് അടുത്തായിട്ട് ഒരു ജനലുണ്ട്, ആ ജനലിന്റെ പാളിയിൽ ഒരു ദ്വാരമുണ്ടാക്കി, ഒരു കൈ അകത്തേക്ക് കടക്കാവുന്ന തരത്തിലൊരു ദ്വാരമുണ്ടാക്കുന്നു. തുടർന്ന് കൈ അകത്തേക്കിട്ട് ഈ വാതിലിന്റെ കൊളുത്ത് അത് താഴോട്ടാക്കുന്നു. തുടർന്നാണ് ഈ വാതിൽ തുറന്ന് ഇയാൾ അകത്തേക്ക് കയറുന്നത്. ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ഈ സൗണ്ട് കേട്ട് ഈ ഗൃഹനാഥൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാം, വീടിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കാം. ആ സമയത്ത് തന്നെ ഈ ഗൃഹനാഥനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ്. അതായത് ആദ്യത്തെ മുറിയിൽ വെച്ച് തന്നെ മുറിയിലാണ് ഈ ഗൃഹനാഥന്റെ ബോഡി കിടന്നത്, അതായത് വിജയകുമാറിന്റെ ബോഡി കിടന്നതെന്നാണ് ഈ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഈ കൗൺസിലർമാരും മറ്റ് സാക്ഷികളും ഒക്കെ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യം, ഒരു അനുമാനത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ജനലിന്റെ പാളിയിൽ ഒരാൾ കൈ കടത്താവുന്ന തരത്തിലൊരു ദ്വാരമുണ്ടാക്കി ആ അതുവഴി കൈയകത്തേക്ക് ഇടുന്നു. തുടർന്ന് വാതിലിന്റെ പാളി കൊളുത്ത് താഴേക്കാക്കുന്നു. തുടർന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കിടക്കുന്നു. ആ സമയത്ത് ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന ഈ ഗൃഹനാഥനായിട്ടുള്ള വിജയകുമാറിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു. തുടർന്ന് മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യ മീരയെ അവിടെ പോയി കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് പോലീസിന്റെ നിലവിലുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള തെളിവുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ അവിടുത്തെ ആ അന്തരീക്ഷം കൃത്യമായിട്ട് ആ വീടിനെ കുറിച്ചൊക്കെ അറിയാവുന്ന വ്യക്തി തന്നെയാണ് എന്നതിലേക്ക് കൂടി നമുക്ക് ഈ സന്ദർഭം പോയേക്കാമല്ലേ? തീർച്ചയായും പ്രതി, അത് നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ സംശയം ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്ന സമയത്ത് പട്ടി കുരച്ചിട്ടില്ല. അതിൽ ഒരു പട്ടി ഇപ്പോഴും ബോധാവസ്ഥയിലായിരുന്നു. ആ പട്ടിക്ക് എന്തെങ്കിലും കൊടുത്ത് മയക്കിയതാകാമെന്നൊരു നിഗമനം പോലീസിന് ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു. മറ്റൊന്ന് CCTV. ഈ വീടിനുള്ളിൽ തന്നെ CCTV ഉണ്ട്. വലിയ വീടാണ്, ഏകദേശം 5000 സ്ക്വയർ ഫീറ്ററിന് മുകളിൽ വലിപ്പമുള്ള ഒരു വലിയ വീടാണ്. അത്തരത്തിലൊരു വീട്ടിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് CCTV ഉള്ളത് എന്ന കാര്യത്തെ സംബന്ധിച്ച് അവിടെ ഈ കൊലപാതകയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ ഇയാൾ മോഷ്ടാവ് ഈ കൊലയാളി കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലീസിന്റെ കയ്യിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ആൾ തന്നെയാണ്, അതായത് ആസാം സ്വദേശിയായിട്ടുള്ള അമിത് തന്നെയാണ് കസ്റ്റഡിയിലുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഈ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ ഇവിടെയാണെന്ന് സംബന്ധിച്ച് പോലീസിന് ഇതിനൊക്കെ തന്നെ വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടാകും. എന്തായാലും കൃത്യമായ രീതിയിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ, അന്വേഷണ സംഘം എത്തണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കോടാലിയിൽ നിന്ന് ഒരു വിരലടയാളം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ കൊലയാളിയുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോലീസ് ഇതിനോടകം കടന്നു കഴിഞ്ഞു. എന്തായാലും ഇൻക്വസ്റ്റ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷമാകും പോസ്റ്റ്മോർട്ടത്തിന് രണ്ട് ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവരങ്ങൾ പുതുതായി പങ്കുവയ്ക്കുന്നത്. ജനൽപ്പാളിയിൽ ദ്വാരമുണ്ടാക്കി കൈ അകത്തിട്ട് വാതിൽ തുറന്നു എന്ന് പറയുന്നത്. അതായത് ഈ ജനൽപ്പാളിയിൽ ദ്വാരമുണ്ടാക്കിയാൽ വാതിൽ തുറക്കാമെന്ന് അറിയാവുന്ന ഒരാൾ, അതാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെയാണെങ്കിൽ ജനൽപ്പാളിയിൽ കൈയിട്ട് വാതിൽ തുറക്കാമെന്ന് അറിയാവുന്ന ഒരാളാണ് അവിടെ കയറിയിട്ടുള്ളത് എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്, അത് തുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരത്തെ ഷിനോജ് ചൂണ്ടിക്കാണിച്ച പോലെ ഉയരം കുറഞ്ഞ ഭാഗത്തെ മതിൽ ചാടിക്കടന്നാകാം ഈ ഇതൊക്കെ നിഗമനമാണ്. കൃത്യമായിട്ടും ആ വീടിനെ കുറിച്ചും അവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ച് അറിയാവുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഈ കസ്റ്റഡിയിലുള്ള അസാം സ്വദേശിയിലേക്കായിരിക്കാം. നമുക്കിത് ഒരു ഒഫീഷ്യൽ വേർഷൻ അല്ല, നമുക്കിപ്പോൾ പറയുന്ന പോലീസ് പങ്കുവയ്ക്കുന്നത് പോലെ അല്ലെ, നമുക്ക് അങ്ങനെ ഒരു വിവരമായിട്ട് പറയാം. അവിടെയുള്ള ആളുകളുമായി സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങളാണ്.